വളരെ വേഗം വളരുന്ന ഒരു നഗരമേഖലയാണ്. ജനസാന്ദ്രത വളരെയേറെയാണ് എന്ന് നമുക്കറിയാം. ഇതിൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ നഗരം അഭിമുഖീകരിക്കുന്നു. ഇത് പരിഹരിക്കാനുള്ള വലിയ ശ്രമമാണ് സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും ഒക്കെ ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ 12 പുതിയ ഡിസൈൻ റോഡുകൾ കോഴിക്കോട് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടപ്പിലാക്കാൻ 1000 കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ച സന്തോഷ വിവരം ഇവിടെ പ്രത്യേകം അറിയിക്കാൻ വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ഡോക്ടർ ബീന ഫിലിപ്പിൻ്റെയും ഡെപ്യൂട്ടി മേയർ ശ്രീ CP മുസാഫർ അഹമ്മദിൻ്റെയും നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കും. ഞാൻ ഒരുപാട് പരിപാടികളിൽ കോഴിക്കോട് കോർപ്പറേഷൻ്റെ പരിപാടികളിൽ പങ്കെടുത്ത വളരെ മാതൃകാപരമാണ്. ഇന്നലെ കോഴിക്കോട് ബീച്ചിൽ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ MP രാജേഷ് ഉദ്ഘാടനം ചെയ്ത ബീച്ചിലെ പരിപാടിയും ഏറെ ശ്രദ്ധയാകർഷിച്ച പരിപാടിയാണ്. ഡിസൈൻഡായിട്ടുള്ള കടകൾ അവിടെ ഒരുക്കിയിരിക്കുന്നു. ഭാവിയെ കൂടി മുന്നിൽ കണ്ടുള്ള നഗരാസൂത്രണ പദ്ധതികളാണ് ഇവിടെ കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പിലാക്കുന്നത്. വളരെ ശാസ്ത്രീയമായ പദ്ധതികൾ നടപ്പിലാക്കും. അങ്ങനെ മറ്റ് നഗരങ്ങൾക്ക് കൂടി മാതൃകയായി മാറുന്ന പ്രവർത്തനമാണ് കോഴിക്കോട് കോർപ്പറേഷൻ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കോർപ്പറേഷൻ്റെ ഭരണാധികാരികളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, മേയറും ഡെപ്യൂട്ടി മേയറും ഇതിൻ്റെ മറ്റാളുകൾ പറഞ്ഞൊരു കാര്യം, ഈ മാർക്കറ്റിൻ്റെ 2 ബ്ലോക്കുകളെ കണക്ട് ചെയ്യാൻ ഒരു പാലം വേണം. അതിന് പൊതുമരാമത്ത് വകുപ്പിൻ്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. അത് നിങ്ങൾ ആലോചിച്ച് ചർച്ച ചെയ്ത് ഒന്ന് പറയണം എന്ന് ഇവിടെ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അത് ആലോചിക്കാനും ചർച്ച ചെയ്യാനൊന്നുമില്ല, ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കുകയാണ്. NOC അനുവദിച്ചിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിൻ്റെ വികാസത്തിന് വേണ്ടിയും ഈ മാർക്കറ്റിൻ്റെ വികാസത്തിന് വേണ്ടി മറ്റെന്തൊക്കെയാണോ നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റുക അതൊക്കെ ഒരുമിച്ച് ചെയ്ത് മുന്നോട്ട് പോകാം. ഒട്ടേറെ ഇടപെടലുകൾ നടത്തിയ ഒരു ഭരണകാലമാണ് ഈ കാലം. സംസ്ഥാനത്താണെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ക്ലീൻ കേരള ക്യാമ്പയിൻ എല്ലാവരും യോജിപ്പിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ MP രാജേഷിൻ്റെ നേതൃത്വത്തിൽ വളരെ മാതൃകാപരമായ ഇടപെടലാണ് കേരളത്തിൽ ഇതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതിന് നേതൃത്വം കൊടുക്കുന്ന ഹരിത കർമ്മസേനയെയും മറ്റ് എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലൂടെയാണ് നടപ്പിലാക്കുന്നത്. ഞാൻ ഓർക്കുന്നു, ഈ ഗവൺമെൻറ് വന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി ഇത് പറഞ്ഞപ്പോൾ ഒരു അത്ഭുതത്തോടു കൂടിയാണ്, ഉള്ളിൽ ഇത് നടന്നാൽ വലിയൊരു സംഭവമാണ്, നടക്കുമോ എന്നൊക്കെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ തോന്നിയിരുന്നു. എന്നാൽ വളരെ ചിട്ടയായി ഇതിൻ്റെ പ്രവർത്തനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തി. കോഴിക്കോട് കോർപ്പറേഷൻ്റെ അതിദാരിദ്ര്യമില്ലാത്ത പ്രഖ്യാപനം ഏതാനും ദിവസം മുമ്പായിരുന്നു. ഞാനതിൽ പങ്കുകൂട്ടി. കേരളം ഇന്ത്യയിൽ ആദ്യമായ ഒരു സംസ്ഥാനം അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടാൻ വേണ്ടി പോകുന്നു എന്നുള്ള സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. കോഴിക്കോട് നഗരത്തിൻ്റെ വികാസത്തിൻ്റെ കാര്യത്തിൽ LDF സർക്കാരിന് ഒരു നയമേ ഉള്ളൂ, അതെല്ലാവരെയും യോജിപ്പിക്കുക എന്നുള്ള നയമാണ്. ഇന്ന് ഒരുമിച്ചുള്ളവരെ, ഇന്ന് ബഹിഷ്കരിച്ചവരെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഭാവിയിലും സർക്കാർ മുന്നോട്ട് പോവുക. വികസന കാര്യത്തിൽ എല്ലാവരെയും യോജിപ്പിച്ച് നമുക്ക് കൂട്ടായി മുന്നോട്ട് പോകാമെന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെ നന്ദി സർ.